നമുക്കെല്ലാം അറിയുന്ന പോലെ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഊറിക്കൂടിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അകന്നു കഴിഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭീകരരെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ്റെ നിലപാടിനെ നമ്മൾ കർക്കശമായി നേരിടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ അതിർത്തികളിലൊക്കെ നേരിയ സംഘർഷം ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാൻ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി രംഗത്ത് വന്നു. സിംല കരാർ ക്യാൻസൽ ചെയ്യുക തുടങ്ങിയ പല കാര്യങ്ങളിലും അവർ ഒരുപടി മുന്നിലാകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ തീവ്രവാദികൾക്ക് പിന്തുണ നൽകുന്ന രാജ്യത്തിൻ്റെ നിലപാടിനെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് അസന്നിഗ്ധമായി ഇന്നലെ പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പഹൽഗാമിൽ ആക്രമണത്തിലെ പങ്കെടുത്ത ഭീകരർക്കായിട്ട് സൈന്യം തിരച്ചിൽ അവിടെ തുടരുകയാണ്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ജമ്മു കാശ്മീരിലേക്ക് വരുന്നുണ്ട്. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത BSFിലെ കോൺസ്റ്റബിൾ PK സിംഗിനെ വിട്ടുകിട്ടുന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുവെന്നാണ് വാർത്ത. ഫ്ലാഗ് മീറ്റിംഗ് വഴി ചർച്ച നടത്താനുള്ള ഇന്ത്യയുടെ നീക്കത്തോടെ പാകിസ്ഥാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിവരം പാകിസ്ഥാനെ ഇന്ത്യ ഔദ്യോഗികമായി ഇന്നലെ അറിയിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ബൽറാം, ശരിക്കും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. മാത്രമല്ല ഭീകരരെ കണ്ടെത്താനുള്ള അന്വേഷണം എവിടെ വരെയായി? കാരണം ഭീകരർ ഈ പറയുന്ന സ്ഥലം, ഈ പഹൽഗാം പോലെയുള്ള സ്ഥലം വിട്ടുപോയിട്ടില്ല എന്നൊരു തോന്നലിലാണല്ലോ സൈന്യം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൈന്യത്തിൻ്റെ തിരച്ചിൽ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് SKN. ഞാൻ ഇപ്പോഴുള്ളത് ശ്രീനഗറിലാണ്. ഇന്ന് ഈ ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടക്കുന്നത് ശ്രീനഗറിലാണ്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് ശ്രീനഗറിൽ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സുരക്ഷാ അവലോകന യോഗം ഇന്ന് ചേരും. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നോർത്തേൺ കമാൻഡിന്റെ മേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ സച്ചീന്ദ്ര കുമാറുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട് നേരിട്ട്. ഈ ചർച്ചകൾ എന്നുള്ളത് നിലവിലുള്ള സുരക്ഷാ സ്ഥിതിഗതികൾ എത്തരത്തിലാണ്, ഈ ഭീകരാക്രമണത്തിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ അതിൽ വരുത്തി, ഏതെല്ലാം ഇടത്ത് കൂടുതലായി ശക്തിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. അതിനപ്പുറത്തേക്ക് ഇത് നിർണായകമാക്കി മാറ്റുന്നത് പ്രധാനമായും ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഉന്നതതലത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിട്ടുണ്ട്. കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സൈനിക മേധാവികളുടെ, സംയുക്ത സൈനിക മേധാവിയും കരനാവിക വ്യോമസേനാ മേധാവിമാരുടെയും യോഗം വിളിച്ചിരുന്നു. ഈ യോഗങ്ങളിൽ എല്ലാം തന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഏത് തരത്തിലുള്ള തുടർ നടപടി, ഭീകരവാദത്തിന് ഏത് തരത്തിലുള്ള തിരിച്ചടി നൽകണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ. അത് ഗ്രൗണ്ടിൽ നടപ്പാക്കേണ്ടത് ഇന്ത്യയുടെ സൈന്യമാണ്. അതിനാവശ്യമായുള്ള നിർദ്ദേശം കരസേനാ മേധാവി ഇന്ന് നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ, നിർണായകമായ ചർച്ചയിൽ നോർത്തേൺ കമാൻഡ് മേധാവിക്ക് നൽകും എന്നാണ് വിവരം. അത് എന്തൊക്കെ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അദ്ദേഹം ഇന്ന് സുപ്രധാനമായ പല ചർച്ചകളും നടത്തും എന്നുമാണ് നമുക്ക് സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ജമ്മു കശ്മീരിൽ എത്തുന്നുണ്ട്. അദ്ദേഹം അനന്ത്നാഗിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ അദ്ദേഹം സന്ദർശിക്കും. ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി അദ്ദേഹം നേരിട്ട് സംസാരിക്കും. അതേസമയം ഈ മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് SKN. പരമാവധി സൈനികരെ ഈ മേഖലയിൽ ഇപ്പോൾ തന്നെ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നത്. എന്നാൽ വളരെ വിശാലമായ ഒരു വനമേഖലയാണ്. ഏതാണ്ട് 50 കിലോമീറ്ററോളം ചുറ്റളവിലാണ് സൈനികരെ ഇറക്കി മാനുഷികമായ തെരച്ചിൽ നടത്തുന്നത്. കാരണം ആ ഒരു സ്ഥലത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ് ഇതിന് ഒരു കാരണമായിരിക്കുന്നത്. ഭീകരാക്രമണം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആ തെരച്ചിൽ തുടരേണ്ടി വരുന്നതിന്റെ കാരണം എന്നുള്ളത് ഈ മേഖലയുടെ പ്രത്യേകത തന്നെയാണ്. 3 വശവും വനമേഖലയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, പൈൻമരക്കാടുകൾ, ഇടതൂർന്ന് നിൽക്കുന്ന പൈൻമരക്കാടുകളാണ്. അതിനുള്ളിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളത് ആകാശമാർഗം തെരച്ചിൽ നടത്തുന്നുണ്ട്. ഹെലികോപ്റ്റർ വഴി 2 ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇടതൂർന്ന കാടിന് താഴെയുള്ള ദൃശ്യങ്ങൾ കാണാനാകില്ല. ഡ്രോൺ ഉപയോഗിക്കുന്നത് പരിമിതികൾ നേരിടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റു മാർഗങ്ങൾ ഉൾപ്പെടെ തേടുകയാണ്. ഏറ്റവും സാധ്യമായ മുഴുവൻ സ്ഥലവും തെരച്ചിൽ നടത്താൻ കഴിയുന്നത് മാനുഷികമായി സൈനികരെ ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിൽ തന്നെയാണ്. അതാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നുണ്ട്. നിരവധി പേരെ കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികളെ തന്നെയാണ്
ചോദ്യം ചെയ്യുന്നത് പ്രധാനമായും. ഒപ്പം തന്നെ ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത, അവിടെ പ്രദേശവാസികൾ കുറവാണ്. സീസൺ ആകുമ്പോൾ കച്ചവടത്തിനോ മറ്റ് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഇവിടെ എത്തുന്ന ആളുകളാണ് കൂടുതലായും ഉള്ളത്. അവർ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ വലിയ ആശങ്കയിൽ ഇവിടം വിട്ടു പോയവരാണ് ഭൂരിഭാഗം പേരും. അവർക്ക് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. ഉപജീവനമാർഗം നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഇവരെ കണ്ടെത്തി ഇവരിൽ നിന്നും മൊഴിയെടുക്കുക എന്നുള്ളതാണ് കൂടുതൽ സമയമെടുക്കുന്നത് എന്നാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും ലഭിക്കുന്ന ഒരു വിശദീകരണം എന്നുള്ളത്. അതിപ്പോഴും സജീവമായി തന്നെ പുരോഗമിക്കുന്നു. നാട്ടുകാർ പൂർണ്ണമായും അന്വേഷണത്തോടെ സഹകരിക്കുന്നുണ്ട്. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ശ്രീനഗറിൽ നിന്നാണ് ബൽറാം നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ വാർത്താ സംഘം അതിവിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ വിവരങ്ങളും ആദ്യ മണിക്കൂർ തന്നെ അല്ലെങ്കിൽ ആദ്യമായി എത്തിച്ചേരാൻ വേണ്ടിയുള്ള എല്ലാവിധമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തു.